കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനം ഇന്ന് വൈദ്യുതി സോളാർ പവറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനായി PM സൂര്യഘർ യോജനയുടെ കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന പവർജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാൻ ഡോക്ടർ SV ജയകൃഷ്ണൻ സർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. നമസ്കാരം. ധാരാളം പുതിയ ഡെവലപ്മെന്റ്സുകൾ സോളാറിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് സോളാർ എന്ന് പറയുന്നത്. കാരണം 2050 നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 80% ഉൾക്കൊള്ളുന്ന താപവൈദ്യുത നിലയങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ 80% വൈദ്യുതി എങ്ങനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ എന്നുള്ളൊരു വിഷയം നിലനിൽക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഉൽപ്പാദന പ്രക്രിയകളൊന്നും ഇപ്പോൾ സാധ്യമല്ല. കാരണം താപവൈദ്യുത നിലയം പാടില്ല, ജലവൈദ്യുത ആണവ നിലയങ്ങൾ പാടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുന്ന ഒരേ ഒരു സ്രോതസ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ആ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു നഷ്ടപ്പെടാണ്ടിരിക്കുന്നു. ഇപ്പോൾ ജലമാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ ആ ജലം ഉൽപ്പാദന ശേഷം ജലമായി തന്നെ ലഭിക്കുന്നു. കാറ്റാണെങ്കിൽ കാറ്റ് ഉൽപ്പാദന ശേഷം കാറ്റ് അവിടെ കിട്ടുന്നു. അല്ലെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശമാണെങ്കിൽ സൂര്യപ്രകാശം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം അവിടെ കിട്ടും. ഇതാണ് പുനരുപയോഗ ഊർജ പ്രക്രിയ എന്ന് പറയുന്നത്. അതിലേറ്റവും പോപ്പുലറായ സോളാർ ഇൻഡസ്ട്രിയാണ് ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതും അതിൻ്റെ പ്രസക്തി വളരെ കൂടുതലായതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് PM സൂര്യഘർ യോജന എന്നൊരു പദ്ധതിയിലൂടെ ഏകദേശം 78,000 രൂപ വരെയുള്ള സബ്സിഡി കൊടുത്തിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ വളരെ കാലഘട്ടത്തിൽ ഒരു 10-100 വർഷക്കാലം കൊണ്ടുണ്ടായ ഒരു വൈദ്യുതിയുടെ ഉൽപ്പാദന രീതികൾ 100-150 വർഷം കൊണ്ടുണ്ടായ വൈദ്യുതിയുടെ രീതികളെ കേവലം 5-10 വർഷം കൊണ്ട് മറ്റൊരു ദിശയിലേക്ക് തിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചിലതാണ് ഇപ്പോൾ നമ്മൾ വളരെ പ്രശ്നമായി കാണുന്നതും ഫേസ് ചെയ്യുന്നതുമൊക്കെ. അപ്പം അതിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. ഉദാഹരണത്തിന് ആദ്യകാലങ്ങളിൽ നമുക്കൊരു കിലോ വാട്ട് വൈദ്യുതി 1 കിലോ വാട്ട് പാനലുകളിൽ നിന്ന് സോളാർ പാനലുകളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 4 യൂണിറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഏകദേശം 6 യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ബൈഫേഷ്യൽ പാനൽസ് എന്നൊക്കെ പറയുന്ന പുതിയ തരം സാങ്കേതിക വിദ്യ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഒരു വീടുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായത് എങ്ങനത്തെയാണ് അന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ പറയുകയാണെങ്കിൽ സാധാരണ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനത്തെ ആയിരിക്കും? ഇപ്പോൾ ഇത് സാധാരണക്കാരുടെ ലെവലിലേക്ക് വന്നു എന്നുള്ളതാണല്ലോ ഈ സബ്സിഡി കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സമ്പന്നരായ ഒരു വിഭാഗത്തിന് സബ്സിഡിയുടെ ആവശ്യമില്ല. അവർ ലാഭകരമായ ഏർപ്പാടല്ലാതെ തന്നെ തീർച്ചയായിട്ടും അനുഭവയോഗ്യമാക്കും. അപ്പോൾ സാധാരണക്കാരിലേക്ക് വന്നിരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സൈസിങ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ ഒരു വീടിന് എങ്ങനെയാണ് പൊതുവേ ആൾക്കാർ ചോദിക്കാറുള്ള 2000 സ്ക്വയർ ഫീറ്റിലുള്ള വീടിന് നമുക്ക് എത്രൻ്റെ സോളാർ വയ്ക്കണം, അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ എത്ര വയ്ക്കണം, അങ്ങനെ ഒരു അടിസ്ഥാനപരമായ കാരണങ്ങൾ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. ഒരു വീടിൻ്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടല്ല സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നത്. സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു വീടിൻ്റെ ഉപയോഗക്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിന് എത്ര യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നു അതിന് ആനുപാതികമായിരിക്കണം നമ്മൾ സോളാർ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ വരുന്ന ബില്ലെന്ന് പറയുന്ന ഒരു 4000 രൂപയാണ്. 4000-4500 റേഞ്ചിലാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കേണ്ടി വരുന്നത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് സോളാർ ആയിരിക്കും, അല്ലെങ്കിൽ എത്ര, ഇപ്പോൾ സാർ പറഞ്ഞ കിലോ വാട്ട് ആണെങ്കിൽ എത്ര കിലോ വാട്ടാണ് ചെയ്യുക, എനിക്ക് എത്ര രൂപ വരെ സേവ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറയാം. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ സാങ്കേതികമായ കുറച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി പറയാൻ ഒക്കുള്ളൂ. നമുക്ക് എത്ര കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വയ്ക്കണം എന്നുള്ളത് ഒരു സാങ്കേതികമായും വിടും. സാധാരണ ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനേക്കാൾ വളരെ സിമ്പിളായൊരു കാൽക്കുലേഷൻ ഉള്ളത് നമുക്ക് ഏകദേശം അത് കൃത്യമായല്ല, നമ്മൾ കൃത്യമായ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗക്രമം മനസ്സിലാക്കിയിട്ട് വേണം. പക്ഷെ നമുക്ക് ഇത് അല്ലാണ്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്നത്
1000 രൂപ ഒരു മാസത്തിൽ, നമുക്കിപ്പോൾ ബില്ലിംഗ് നടക്കുന്നത് 2 മാസത്തിൽ ഒരിക്കലാണ്. അപ്പോൾ അതിൻ്റെ പകുതി, ഏകദേശം ഒരാൾക്ക് 2000 രൂപ ഒരു ബില്ലിംഗ് സൈക്കിളിൻ്റെ ബില്ല് വരുന്ന ഒരാൾ 1000 രൂപയായിരിക്കും മന്ത്ലി ചിലവാകുന്നത്. അങ്ങനെ 1000 രൂപ വരുന്ന ഒരാൾക്ക് ഏകദേശം 1 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ അതേ കാൽക്കുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 2 കിലോ വാട്ടിൻ്റെ സിസ്റ്റം വെച്ച് ഏകദേശം 2000 രൂപ ലാഭം ഉണ്ടാവും. 3 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് 3000 രൂപയുടെ വരെ വൈദ്യുതി ലാഭകരമാക്കാൻ സാധിക്കും. ഇതൊരു ലേമാൻ സാധാരണക്കാരൻ്റെ ലെവലിൽ പറഞ്ഞത് കൃത്യമായ ഒരു അവലോകനം അല്ല. അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ മീൻസ് ഇപ്പം നമുക്ക് എൻ്റെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ പൊതുവെയുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലെല്ലാം പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ AC ഉണ്ടെങ്കിൽ AC, ഫ്രിഡ്ജ്, ഇതെല്ലാം ഈ ഒരു 3000 രൂപയുടെ ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, അത് ആ സംശയം സാധാരണക്കാർക്ക് ഉണ്ടാവുന്നതിൻ്റെ കാരണം നമ്മളൊരു ഇൻവെർട്ടറിന് അധിഷ്ഠിതമായി ചിന്തിക്കുന്നുണ്ടാണ്. ഇപ്പോൾ ഇവിടെയും നമ്മളൊരു ഇൻവെർട്ടർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഇൻവെർട്ടർ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന ഇൻവെർട്ടർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഇവിടെ നമ്മളൊരു ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി, അപ്പോൾ അത് വൈദ്യുതിയുടെ ലെവൽ വരുന്ന സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി നമ്മുടെ ഉപയോഗത്തിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വൈദ്യുതി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ വരുന്നത് KSEBയുടെ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മൾ ഓൺ ഗ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ആ ഓൺ ഗ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഈ ഉപയോഗവുമായിട്ടൊരു ബന്ധമില്ല. കാരണം ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ 3 AC വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു ഉപകരണം മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ KSEBയുടെ ഗ്രിഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ആനുപാതികമായ വൈദ്യുതി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വൈദ്യുതി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ആംപിയർ എന്ന് പറയും. അതായത് വൈദ്യുതിയുടെ ഒരു ഒരു എന്താ പറയുക, ഒരു അളവ് കോലാണ് ഈ ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ 10 ആംപിയർ വൈദ്യുതി നമ്മൾ KSEBയുടെ ഗ്രിഡിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ സോളാറിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് ഒരു 2 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ ഒരു 5 ആംപിയർ കറണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ 5 ആംപിയർ കഴിഞ്ഞ് ബാക്കി 5 ആംപിയർ മാത്രമേ നമ്മൾ ഗ്രിഡിൽ നിന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ബാലൻസിങ് സിസ്റ്റമാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പോരാണ്ട് വന്നാൽ നമ്മൾ ഗ്രിഡിൽ നിന്ന് എടുക്കുന്നു. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എക്സസ് ആണെങ്കിൽ ഗ്രിഡിലേക്ക് പോകുന്നു. ഇതൊരു ബാലൻസിങ് സിസ്റ്റമാണ്. അപ്പം ഈ ഗ്രിഡ് അവിടെ ആക്ട് ചെയ്യുന്നത് ഒരു സ്റ്റെബിലൈസർ പോലെയാണ്. കാരണം നമുക്ക് പോരാണ്ട് വരുന്ന വൈദ്യുതി തരുന്നു, എക്സസ് വന്നാൽ അത് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സാധാരണ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെൻസും, എന്തൊക്കെ എക്യുപ്മെൻറ്റുകളാണുള്ളത്, അത് KSEB ആയിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ വെക്കുന്നുണ്ട്. നമ്മൾ 3 കിലോ വാട്ടാണെങ്കിൽ 3 കിലോ വാട്ടിൻ്റെ എക്യുപ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് വെക്കാൻ അനുവാദമുള്ളൂ. 10 കിലോ വാട്ടിൻ്റെ നമ്മൾ കണക്റ്റഡ് ലോഡ് ഉണ്ടായത് 10 കിലോ വാട്ടിൻ്റെ സിസ്റ്റം മാത്രം വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ആ സംവിധാനമായി ബന്ധപ്പെട്ടാൽ പോകുന്നത്. ഇതൊരു വ്യത്യസ്തമായ സംവിധാനമാണ്, ഒരു ബാലൻസിങ് സിസ്റ്റമാണ്. നമ്മൾ KSEB നമ്മൾ ഇവിടെ നിന്ന് മാറ്റുന്നില്ല. KSEB നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഓൺ ഗ്രിഡ് വെച്ച് കഴിഞ്ഞാൽ. അതെ, തീർച്ചയായിട്ടും. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഇതിനകത്ത് പറയുന്നത്, ഇപ്പം നമ്മൾ സോളാർ സിസ്റ്റത്തിൽ 2 തരത്തിലുള്ള സോളാർ സിസ്റ്റം ഉണ്ട്. ഒന്ന്, വൈദ്യുതി നമ്മൾ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് ശേഷം എക്സ്ട്രാ വരുന്നത് നമ്മൾ ബാങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഡ് എടുക്കുന്നു, KSEBയുടെ ഗ്രിഡ് ഉപയോഗിക്കുന്നു. വേറൊരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി നമ്മുടെ ഉപയോഗത്തിന് ശേഷം നമ്മുടെ തന്നെ സംവിധാനങ്ങൾ, അതായത് സ്റ്റോറേജ് സംവിധാനങ്ങൾ, അതൊക്കെ പലതരത്തിലുള്ള സ്റ്റോറേജ്, അത്തരം സംവിധാനങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ 2 പ്രക്രിയയാണുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വ്യാപകമായിരിക്കുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നൊരു സംവിധാനമാണ്. അതിനകത്ത് നമുക്ക് KSEBയുടെ കണക്ഷൻസ് ഇല്ലാണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കില്ല. ബില്ല് വരും, മന്ത്ലി ബില്ല് ഉണ്ടാവും. എന്തോ ബില്ല് ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് വരുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഉപയോഗം എത്രയാണ് എന്ന് നോക്കി ആനുപാതികമായി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബില്ല് ഒരു മിനിമം ചാർജസ് വരും. അതെന്തായാലും വരും. കാരണം നമ്മളൊരു 335 രൂപ എന്ന് പറയുന്ന ഒരു മിനിമം ചാർജസ്, അല്ലെങ്കിൽ 150 രൂപ. പിന്നെ മീറ്റർ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, KSEB തന്നെയാണ് മീറ്റർ വെക്കുന്നതെങ്കിൽ അതിൻ്റെ ചാർജസ്, അങ്ങനെ എല്ലാം കൂടെ ഒരു 150 രൂപ മുതൽ 200 രൂപ മാത്രം മന്ത്ലി വരുന്നുള്ളൂ. ഒരു മാസം ഏകദേശം 3000 രൂപ മുതൽ 10000 രൂപ വരെ അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് ബില്ല് കുറഞ്ഞിട്ട് 135 രൂപ 150 രൂപ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ലാഭകരമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ പേപ്പറിൽ ഇപ്പോൾ തുടരെയായിട്ട് പല ദിവസങ്ങളിലായി പല ന്യൂസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ TOD എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്നുള്ളതെന്ന് സാറിനോട്, അതിപ്പോൾ നമ്മൾ ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ അവർക്കും അത് ബാധകമാണോ? കറണ്ട് കാശ് ഇനിയും കൂടുമോ? എന്താണ് അതിൻ്റെ ഒരു? അതെ, അത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു, പക്ഷെ കൃത്യമായി ജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു വിഷയമാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോളാറിൻ്റെ ഒരു തകരാറെന്ന് പറയുന്നത് സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രമേ വൈദ്യുതി ഉണ്ടാകുന്നുള്ളൂ. ആ സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രം വൈദ്യുതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ.
പക്ഷേ നമ്മുടെ ഉപയോഗങ്ങൾ ഒരു സാധാരണ കസ്റ്റമർ, നമ്മുടെ ഒരു ഡൊമസ്റ്റിക് കസ്റ്റമർ, വീടുകളിൽ നമ്മുടെ വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുന്നത് രാത്രി കാലങ്ങളിലാണ്. വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെയുള്ള സമയത്താണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. ആ സമയത്ത് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി നമ്മൾ KCBയുടെ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ്. ഈ ഗ്രിഡിൽ നമ്മൾ ബാങ്ക് ചെയ്യുകയെന്ന് പറയുന്നത്, സ്റ്റോർ ചെയ്യാണ്. പക്ഷേ അവിടെ ഒരു സ്റ്റോറേജ് സംവിധാനം ഒന്നുമില്ല. അതാ വൈദ്യുതി നമ്മൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവർ വാങ്ങി അടുത്ത വീടുകളിലോ അല്ലെങ്കിൽ അടുത്ത ഫാക്ടറികളിലോ കൊടുത്തിട്ട് ബാലൻസ് ചെയ്യുള്ളൂ. അവിടെയും ഇതാണ് ചെയ്യുന്നത്. അവിടെ സ്റ്റോറേജ് ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 10 യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കി നമ്മൾ ഗ്രിഡിലേക്ക് കൊടുത്തു. പക്ഷേ രാത്രിയിൽ ഈ 10 യൂണിറ്റ് അവരുടെ ഇല്ല, അതെല്ലാം ആൾറെഡി യൂസ് ചെയ്യും. അപ്പോൾ രാത്രിയിൽ KCB അല്ലെങ്കിൽ ഡിസ്കോംസ് നമുക്ക് വൈദ്യുതി തരുന്നത് വേറെ എന്തെങ്കിലും താപവൈദ്യുത നിലയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആണവ വൈദ്യുത നിലയങ്ങളോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി തരുന്നത്. അപ്പം അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സോളാർ വൈദ്യുതിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും ചീപ്പായിട്ടുള്ള വൈദ്യുതി. ഉദാഹരണത്തിന് 2 രൂപ നിരക്കിൽ ഇന്ന് ലോകത്തെല്ലായിടത്തും ഈ സോളാർ വൈദ്യുതി അവൈലബിളാണ്. പക്ഷേ നമ്മൾ പറയുന്ന താപവൈദ്യുത നിലയമോ ആണവവൈദ്യുത നിലയമോ ഒക്കെ ആണെങ്കിലും ഏകദേശം 10 രൂപയ്ക്ക് പുറത്താണ് അതിൻ്റെ ഉൽപ്പാദന കോസ്റ്റ് വരുന്നത്, ഏറ്റവും ചുരുങ്ങിയ. പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് മറ്റേലോട് വരുമ്പോൾ ഒരു 15 രൂപയിൽ കുറഞ്ഞ് രാത്രി കാലങ്ങളിൽ നമുക്ക് വൈദ്യുതി ലഭ്യമല്ല. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 2 രൂപയുടെയും നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി 15 രൂപയുടെ ആകുമ്പോൾ ഈ ഡിസ്കോംസിന് ഇതൊരു വലിയ ബാധ്യതയായി മാറും. അപ്പോൾ സ്വാഭാവികമായും ഡിസ്കോമിൻ്റെ സൈഡിൽ നിന്ന് ഈ സോളാർ വൈദ്യുതിയെ പ്രോത്സാഹിപ്പിക്കാനൊരു താല്പര്യം കുറവുണ്ടാവും. പക്ഷേ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഡിസ്കോമിൻ്റെയോ അല്ലെങ്കിൽ കസ്റ്റമറുടെയോ ലാഭം എന്നതിനേക്കാളുപരി കാലഘട്ടത്തിൻ്റെയും ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഭൂമി ഇതേപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഈ ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിച്ച ഒക്കുള്ളൊന്ന് നിലവാരത്തിലേക്ക് നിൽക്കുമ്പോൾ ആവശ്യകതയേക്കാൾ ഉപരി അത്യാവശ്യം ലാഭം എന്നുള്ളത് അവിടെ ചിന്തിക്കാൻ ഒക്കില്ല. അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ ഈ എല്ലാ ഡിസ്കോംസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ സംബന്ധിച്ചുകൊണ്ട് ഡിസ്കോംസ് KCB മാത്രമാണ്. അത് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ഡിസ്കോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കോമായ KCB പകൽ സമയത്ത് വളരെ വില കുറഞ്ഞ വൈദ്യുതി നമ്മൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നു. രാത്രിയിൽ അതിനാനുപാതികമായ വൈദ്യുതി വേറെ തരത്തിൽ വാങ്ങുമ്പോൾ ഇതൊരിക്കലും അവർക്ക് പ്രായോഗികമാവില്ല. അതുകൊണ്ട് അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് TOD, അതായത് ടൈം ഓഫ് ഡിമാൻഡ്. ടൈം ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് വൈദ്യുതി വില കുറവാണ്. അപ്പോൾ നമുക്ക് വൈദ്യുതി പകൽ സമയത്ത് ഇഷ്ടമാതിരി ഉപയോഗിക്കാം, എത്ര വേണേലും ഉപയോഗിക്കാം, അത് ചീപ്പായിട്ട് കിട്ടും. പക്ഷെ രാത്രിയിലാവുമ്പോൾ ആ ഉൽപ്പാദനം പ്രത്യേകിച്ചും 6 തൊട്ട് 10 മണി വരെ പീക്ക് അവേഴ്സ് എന്ന് പറയും. ആ പീക്ക് അവേഴ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കൂടുതൽ വില കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു രീതിയാണ് സംവിധാനം. അത് ഏറ്റവും പ്രായോഗികമായ സമ്പ്രദായം അത് തന്നെയാണ്. പക്ഷേ എന്ന ഒരു കാരണം കൊണ്ട് ഈ TOD എന്ന സമ്പ്രദായം നടപ്പിലാക്കിയെന്നത് കൊണ്ട് സോളാറിൻ്റെ പ്രസക്തി നഷ്ടപ്പെടില്ല. അതിന് നമുക്കതിലെന്തെങ്കിലും വേറെ പരിഹാരമായിട്ടുണ്ടോ? അപ്പോൾ സോളാർ ഇപ്പോൾ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞല്ലോ, ഓൺ ഗ്രിഡ് വെച്ച് കഴിഞ്ഞാലും അത് TOD നിരക്കിലേക്ക് വന്നേക്കാമല്ലോ. അപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഇതിന്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ എല്ലാവരുടെയും ഒരുപക്ഷെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണിത്. കാരണം ജനങ്ങൾക്ക് താല്പര്യമില്ല, ലാഭകരമല്ലാത്തൊരു വിഷയത്തെ അവർ 2 കൈ നീട്ടി സ്വീകരിക്കില്ല. അപ്പം ലാഭകരമാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. അപ്പോൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി രാത്രി കാലങ്ങളിൽ എങ്ങനെ ലാഭകരമായി ഉപയോഗിക്കാം, അതിന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആണ്, ധാരാളം ഡെവലപ്മെൻറ്റ്സ്. അതിൽ ഏറ്റവും പ്രസക്തമായത് നമുക്കെല്ലാം അറിയാവുന്ന ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റമാണ്. അങ്ങനെയൊരു ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് ഉണ്ടാകുന്നു, ആ വൈദ്യുതി നമ്മുടെ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത ബാറ്ററി നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്നു. അത് ഒരു പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ പംപ്ഡ് സോളാർ പ്രൊജക്റ്റ് എന്ന സിസ്റ്റമുണ്ട്. പംപ്ഡ് സോളാർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് തുച്ഛമായ വില കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ചിട്ട് വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് ഉയർന്ന തലത്തിലെത്തിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ആ വെള്ളം നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്ന അതേ പ്രസ്ഥാനം. അപ്പോൾ ഉയരങ്ങളിലേക്ക് പകൽ സമയത്ത് വൈദ്യുതി എത്തിക്കുന്നു, വെള്ളം എത്തിക്കുന്നു. രാത്രി കാലങ്ങളിൽ ആ വെള്ളം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ടർബൈൻസ് പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു മെത്തേഡ്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ബാറ്ററീസ് എന്ന സംഭവമുണ്ട്. നമ്മൾ ഇപ്പോൾ ജലം ലഭ്യമല്ലാത്ത സ്ഥലങ്ങൾ, ഇത്ര സഫീഷ്യൻ്റായിട്ട് സുലഭമായി വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഉയർന്ന ഒരു ഭാരം, വളരെ ഉയർന്ന ഒരു ടൺ കണക്കിനുള്ളൊരു ഭാരം പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗിച്ച് മോട്ടറിൽ കൂടി ലിഫ്റ്റ് ചെയ്ത് മുകളിലെത്തിക്കുന്നു. എത്രയോ ഹൈറ്റിൽ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കാൽക്കുലേറ്റ് ഹൈറ്റ് എത്തിച്ച് അവിടുന്ന് നമ്മൾ ഇത് സാധനം തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നെ ബാറ്ററികളിൽ തന്നെ പലതരത്തിലുള്ള ബാറ്ററീസ് ഉണ്ട്. ലെഡ് ആസിഡ് ബാറ്ററീസാണ് ആദ്യകാലമുള്ളത്.
പിന്നെയാണ് ലിഥിയം അയോൺ ഉണ്ട്, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ഉണ്ട്, ഇപ്പോൾ സോഡിയം അയോൺ ബാറ്ററീസും വന്നിട്ടുണ്ട്. ബാറ്ററീസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. നോർമലി ബാറ്ററി ഇപ്പോൾ ഞാൻ സാധാരണ പറയാൻ നമ്മൾ ഒരു ക്ലോക്കിൽ ഇട്ടാൽ പോലും ഒരു 1 ഇയറിൽ ആ ബാറ്ററി തീർന്നു. അപ്പോൾ നമുക്ക് ബാറ്ററിക്ക് ഒരു എത്ര നാൾ വരെ നിൽക്കാൻ പറ്റും? അതിൻ്റെ ഒരു സ്റ്റോറേജ് ടൈം എത്ര നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്? ബാറ്ററിയുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ഒക്കുന്നൊരു വിഷയമൊന്നുമല്ല, വളരെ ലെങ്തി ആയിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയും ലിഥിയം അയൺ ബാറ്ററീസ് വളരെ എഫക്റ്റീവാണ്. ലിഥിയം അയൺ ബാറ്ററീസ് വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കാറുകളിൽ ഇന്ന് ലഭ്യമായ കാറുകളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കപ്പാസിറ്റി ലെവലിലുള്ള വാഹനങ്ങളൊന്നും ലഭ്യമല്ല. അപ്പം അവിടെ ലാഭകരമാണ്. പക്ഷേ അത്തരം സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലിഥിയം അയൺ. ലിഥിയം അയണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ നിന്ന് ചാർജ് ചെയ്യാനും അതിൽ നിന്ന് തിരിച്ചെടുക്കാനും വളരെ ഫാസ്റ്റാണ്. വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാം, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ ഇതൊരു സിവിയർ റിയാക്ഷനാണ്, ഇതൊരു സിവിയർ കെമിക്കൽ റിയാക്ഷനാണ്. ഈ സിവിയർ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഭയങ്കര കൂടുതൽ താപം വരും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ വിറക് കത്തിച്ച് പൊള്ളുന്ന പോലെയല്ല വെടിമരുന്ന് കത്തിച്ച് പൊള്ളുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിറക് സാവകാശം കത്തുന്നു, വെടിമരുന്ന് വളരെ ഫാസ്റ്റായിട്ട് കത്തുന്നു. അപ്പോൾ ഈ വെടിമരുന്ന് ഫാസ്റ്റായിട്ട് കത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന താപം എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. അതേസമയം വിറക് കത്തിന്നുണ്ടാകുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററീസിൻ്റെ രാസപ്രവർത്തനം വളരെ സാവകാശം നടക്കുമ്പോൾ ഈ ലിഥിയം അയൺ ബാറ്ററീസ് പോലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ടാണ് അത് ചാർജ് ചെയ്യുന്നതും ഫാസ്റ്റാണ് ഡിസ്ചാർജ്. അപ്പോൾ സ്വാഭാവികമായി വൻതോതിൽ ചൂട് പുറത്തേക്ക് വരും. ഈ ചൂട് ആഗിരണം ചെയ്യുന്ന തരത്തിലുള്ള റേഡിയേറ്റർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലിഥിയം അയൺ ബാറ്ററീസ് സക്സസ്ഫുള്ളായി ഉപയോഗിക്കുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ലിഥിയം അയൺ ബാറ്ററീസിൻ്റെ ലൈഫിനെ ബാധിക്കും. അതേപോലെ തന്നെ പൊട്ടിത്തെറിക്കുക പോലുള്ള അപകടകരമായ കാര്യങ്ങളിലേക്ക് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററീസ് എന്ന് പറയുന്ന വളരെ പുരാതനമായ ഏകദേശം 140 വർഷത്തിനും ഏകദേശം 150 വർഷത്തോളം പഴക്കമുള്ള സാങ്കേതിക വിദ്യയാണ്. ആ സാങ്കേതിക വിദ്യയിൽ ലെഡ് ആസിഡ് ബാറ്ററീസാണ് നമുക്ക് ഏറ്റവും ലാഭകരവും ഏറ്റവും സിമ്പിളായത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ പറയുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലേ? അതെ, ഓഫ് ഗ്രിഡ്. അപ്പോൾ നമ്മൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാനുള്ള താല്പര്യം ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ഇതിന് വാറണ്ടി ഉണ്ടോ, അതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാം. ഈ ഇപ്പം പറഞ്ഞു ഓഫ് ഗ്രിഡ് സിസ്റ്റം, ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ബേസിക്കലായിട്ട് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, KSEBയിൽ നമ്മൾ കൊടുക്കുന്നു എക്സസ് വരെ. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നു. ഇതിനെ ഒരു താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾ ഒരു ടാക്സി പിടിക്കുന്ന സമയത്ത് നമ്മൾ വലിയ മുടക്കണ്ട, നമ്മുടെ ആവശ്യത്തിന് ടാക്സി ഉപയോഗിക്കാം. പക്ഷേ നമ്മളൊരു കാറ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു മുടക്കുണ്ട്. പക്ഷേ എന്താണ് അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ? ഒരു കാറ് വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൗകര്യങ്ങളൊന്നും നമുക്ക് നോക്കാനൊക്കില്ല. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് ഇവിടെ ചെന്നിട്ട് ആ കാറൊന്ന് വെയിറ്റ് ചെയ്യാനൊക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ, നമ്മുടെ ഒരു പ്രശസ്തനായ ഹോളിവുഡ് സ്റ്റാറിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാഹനങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വാഹനങ്ങൾ ലഭ്യമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായി കുറച്ച് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഓഫ് ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പണം ചിലവാക്കിയാലും നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 100% നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡൻസി മറ്റാരെയും വിൽക്കുന്നില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പകൽ സമയത്ത് എത്ര കറണ്ട് ഫെയിലുവർ ഉണ്ടായാലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാലും ഇതൊന്നും ബാധിക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നു, ബാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് സോളാർ വൈദ്യുതി ഇല്ലാത്തൊരു സമയം, രാത്രി സമയത്ത് അത് ഉപയോഗിക്കുന്നു. ഇതിന് സ്വാഭാവികമാണ് കോസ്റ്റ് കൂടുതലാണ്, വില തീർച്ചയായിട്ടും കൂടുതൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ സൗകര്യവും ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുന്നു, ആ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഡോർ വയ്ക്കാൻ 7000 രൂപ മതി. പക്ഷേ 1 ലക്ഷം രൂപയുടെ ഡോർ ആൾക്കാർ വെക്കുന്നില്ലേ? അവിടെ എന്താണ് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻസ്, അവരുടെ സൗകര്യം. അപ്പോൾ തീർച്ചയായിട്ടും സൗകര്യം നോക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ പ്രിഫർ ചെയ്യും. പക്ഷേ ഞാൻ ഈ ഫീൽഡിൽ വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നത്, പൂർണ്ണമായും ഈ 2 സംവിധാനവും മാത്രമാക്കുന്നതിന് പകരം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുന്നതാണ് നല്ലത്. അതായത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സും വയ്ക്കുക, അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ അത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് 2 വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏതെങ്കിലും കാരണവശാൽ ഫെയിലായാൽ പോലും മറ്റേത് നമുക്ക് സഫീഷ്യൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.
ഇതിൽ ബാറ്ററിക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? അത് എത്ര നാളത്തേക്കായിരിക്കും? ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് സംസാരിക്കുമ്പോൾ ബാറ്ററി നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് വാഹനങ്ങളുടെ ബാറ്ററിയെ കുറിച്ചിട്ടാണ്. നമ്മൾ കൂടുതൽ കേട്ട് ശീലിച്ചുള്ളത് വാഹനങ്ങളുടെ ബാറ്ററിയാണ്. ആ വാഹനങ്ങളുടെ ബാറ്ററി നമ്മൾ ഒരു സുപ്രഭാതത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആ ബാറ്ററി മാറ്റുന്നത്. അതായത് ബാറ്ററി ഡെഡായി എന്ന് പറയുന്നത്. പൂർണ്ണമായ ബാറ്ററി പ്രവർത്തന യോഗ്യമല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ മാറ്റുന്നത്. പക്ഷേ ഇൻവെർട്ടറിൻ്റെ ബാറ്ററീസൊക്കെ നമ്മൾ മാറ്റുന്നത് പൂർണ്ണമായി ഉപയോഗമില്ലാണ്ടാകുമ്പോഴല്ല, മറിച്ച് ആ ബാറ്ററിയുടെ ബാക്കപ്പ് കുറയുന്നു. ഉദാഹരണത്തിന് നേരത്തെ 3 മണിക്കൂർ വരെ നമുക്ക് ബാക്കപ്പ് കിട്ടുന്ന ബാറ്ററി ഇപ്പോൾ അരമണിക്കൂറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ 3 മണിക്കൂർ കിട്ടിയിരുന്ന ബാറ്ററി അരമണിക്കൂറായി കുറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ബാറ്ററി ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അങ്ങനെ ബാറ്ററി ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനിത് മനസ്സിലാക്കിയത് ഈ ബാറ്ററിയുടെ രാസപ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എന്താ ചെയ്യുന്നത്, ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ബേസിലാണ് ഈ ആസിഡ് ഈ ബാറ്ററി പ്രവർത്തിക്കുന്നത്. അതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സൾഫേറ്റ് ഗ്രൂപ്പാണ്, സൾഫേറ്റ് അയോൺസ് എന്ന് പറയും. ഈ സൾഫേറ്റ് അയോൺസ് ഈ ബാറ്ററിയുടെ ആനോഡിലും കാഥോഡിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് ഡിസ്ചാർജ് ചെയ്യുന്നു, അതുപോലെ ചാർജ് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് തിരിച്ച് ആസിഡിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ സൾഫേറ്റ് അയോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഈ ബാറ്ററിയുടെ പ്രവർത്തനം. അപ്പോൾ ഒരു സാങ്കേതികപരമായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം സൾഫേറ്റ് ആസിഡിലേക്ക് ഇറങ്ങി വരുന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ കയറിപ്പോകുന്ന സൾഫേറ്റ് എല്ലാം തിരിച്ചിറങ്ങി വരില്ല. അതായത് സൾഫേറ്റ് അയോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആസിഡിൽ നിന്ന് സൾഫേറ്റ് പ്ലേറ്റിലേക്ക് പോകുന്നു. പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആനോഡ് കാഥോഡിനെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ട്യൂബുലർ പ്ലേറ്റ്സിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു. എന്നിട്ട് ചാർജ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ആസിഡിലേക്ക് ഇറങ്ങി. ഇതാണ് രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഈ കയറിപ്പോകുന്ന സൾഫേറ്റ് എല്ലാം ചാർജ് ചെയ്യുമ്പോൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും ഉദാഹരണത്തിന് 1000 സൾഫേറ്റ് ആണ് നമ്മൾ ഒരു ദിവസം പ്ലേറ്റിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പകൽ സമയത്ത് ചാർജ് ചെയ്യുമ്പോൾ ഈ 1000 സൾഫേറ്റ് തിരിച്ചിറങ്ങി വരില്ല. കുറച്ച് അവിടെ റെസ്റ്റ് ചെയ്യും. അത് നമുക്ക് എന്തൊക്കെ ഇലക്ട്രോണിക്സ് എന്തെല്ലാം മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് അതിനെ തിരിച്ചുകൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം ഒരു 10 സൾഫേറ്റ് അവിടെ അക്യുമുലേറ്റ് ചെയ്തു, രണ്ടാമത്തെ ദിവസം വീണ്ടും 10 അക്യുമുലേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു കാലക്രമേണ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷക്കാലം കൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി റെഡ്യൂസ് സൾഫേറ്റ് ചെയ്ത അയോൺസിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ പ്ലേറ്റിനകത്ത് ഒരു 80% അല്ലെങ്കിൽ 70% സൾഫേറ്റ് അയക്കുമ്പോൾ ഇത് പ്രവർത്തനരഹിതമാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സൾഫേറ്റിനെ കൂട്ടമായിട്ട് ഇറക്കിക്കൊണ്ടുവരാനൊന്നും നടക്കില്ല. അപ്പോൾ അതിന് നമ്മുടെ എൻ്റെ 45 വർഷത്തെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്, ഞാൻ ബാറ്ററി പ്ലേറ്റ്സ് മാനുഫാക്ചറായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്, എൻ്റെ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയത് എല്ലാ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ നമ്മൾ ഈ കയറിപ്പോയ സൾഫേറ്റ് അയോൺസിനെയൊക്കെ തിരിച്ച് ആസിഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഈ ബാറ്ററിയുടെ ലൈഫ് വളരെ വർദ്ധിപ്പിക്കാൻ കഴിയും. അതിന് ഇപ്പോൾ ഇലക്ട്രോണിക്സിലൊക്കെയുള്ള സാങ്കേതികവിദ്യ, സോഫ്റ്റ്വെയറൊക്കെയുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഡീസൾഫേറ്റർ എന്ന് പറഞ്ഞ ഒരു സംവിധാനം കണ്ടുപിടിച്ചു. അത് ഇന്ത്യയിൽ നമ്മൾ മാത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെ, നമ്മൾ മാത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് പാറ്റന്റ് എടുത്തുകൂടെ എന്ന് വിഷയമുണ്ട്. പക്ഷെ അത്രയ്ക്കുള്ള വലിയൊരു സാങ്കേതിക വിദ്യയല്ല. നമ്മൾ അതിനകത്ത് ഒരു സാങ്കേതികമായ എൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻസ് അല്ല. നമ്മളും ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, ട്രിപ്പിൾ ഒരു എഞ്ചിനീയറുണ്ട്, അദ്ദേഹം ചേർന്നിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പെർട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്തൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഈ അക്യുമുലേറ്റഡ് സൾഫേറ്റ്സിനെ നമുക്ക് ബാറ്ററി പ്ലേറ്റിൽ നിന്ന് തിരിച്ച് ആസിഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 3 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ബാറ്ററിയിൽ എവിടെയൊക്കെ സൾഫേറ്റ് ഉണ്ടോ ആ സൾഫേറ്റിനെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നാൽ സ്വാഭാവികമായി ബാറ്ററി പുതിയതായി. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ഈ ബാറ്ററിയെ നമ്മൾ പുതിയതാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ബാറ്ററിയുടെ ലൈഫ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളിതെല്ലാം ചെക്ക് ചെയ്താണ്. നമ്മൾ പലർക്കും ഇത് കൊടുത്തു, നമ്മുടെ വീട്ടിൽ തന്നെ ഇത് വെച്ചു, ഇത് വളരെ സക്സസ്ഫുള്ളാണെന്ന് മനസ്സിലാക്കി ഏകദേശം ബാറ്ററിയുടെ ലൈഫ് ഒരു 50% കൂട്ടാൻ ഒക്കുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ 8 വർഷം വരെ കിട്ടാവുന്ന ബാറ്ററിക്ക് ലൈഫ് 12 ഇയേഴ്സ് വരെ നമുക്ക് കൊണ്ടുപോകാൻ ഒക്കുന്ന മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ 10 വർഷം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഇന്ത്യയിലും തന്നെയല്ല, ഇന്ത്യയിലൊന്നും ലോകത്ത് എവിടെയും തന്നെ ട്യൂബുലർ ബാറ്ററീസിന് ഒരാളും തന്നെ 10 വർഷം വാറണ്ടി കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ ബാറ്ററി ഡീസൾഫേറ്റർ എന്നാണ് അതിന് നമ്മുടെ ടെക്നോളജിക്ക് പറയുന്നത്. ആ ബാറ്ററി ഡീസൾഫേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത സോളാർ ഇൻവെർട്ടേഴ്സ് മുഖേന ബാറ്ററിയുടെ ലൈഫ് ഒരു 50% വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഫ്ലാറ്റായിട്ട്
എല്ലാ ബാറ്ററികൾക്കും 10 ഇയർ വാറണ്ടി കൊടുക്കുകയാണ്. എല്ലാ ബാറ്ററികളും കിട്ടും. എല്ലാ ബാറ്ററിയും കൊടുക്കും. നമ്മൾ ഈ ഓഫ് ഗ്രിഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാ ബാറ്ററിയും നമ്മൾ ബാറ്ററി കച്ചവടം ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ബാറ്ററി സിസ്റ്റത്തിനോടൊപ്പം നിന്ന്, അതായത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ എന്നത് മൊത്തമായ സിസ്റ്റം. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ് ലാഭകരം, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് ലാഭകരമല്ല. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ലാഭവും നഷ്ടവുമല്ല ചോദ്യം. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു വീടുകളിൽ ഒരാൾ പോലും ഈ കാറൊന്നും വാങ്ങിച്ചിട്ട് വെറുതെ ഇട്ടിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടാക്സി പിടിച്ചു പോകുന്നു, അല്ലെങ്കിൽ സമ്പന്നരായ ഒരു ഭാഗക്കാർ ബിസിനസ്സുകാരും ഒരു ഡോക്ടേഴ്സൊക്കെ മാത്രമാണ് അന്ന് കാറുകൾ ഉപയോഗിച്ചത്. ഇന്ന് പക്ഷേ സാധാരണ എല്ലാ വ്യക്തികളുടെയും വീട്ടിൽ കാർ വാങ്ങിച്ചിടാക്കാനുള്ള സമ്പത്ത് സ്ഥിതി ഉണ്ടായി. അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യൂട്ടിലിറ്റി ഫാക്ടർ, നമ്മുടെ ഒരു ഉപയോഗത്തിന് കൂടുതൽ ഉപയോഗിക്കും, സൗകര്യപ്രദമായ സംവിധാനമായതുകൊണ്ട് അതിനകത്ത് വരുന്ന ഒരു ചെറിയ വർധനവ്, അത് കാര്യമായ വർധനവൊന്നുമില്ല. കാരണം ഒരു 2.5 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം ഓൺ ഗ്രിഡ് ആണെങ്കിൽ ഏകദേശം 1,80,000 രൂപയ്ക്ക് അടുപ്പം വില വരുന്നുണ്ട്. പക്ഷേ അതേ സിസ്റ്റം നമ്മൾ ഓഫ് ഗ്രിഡ് ആക്കി കഴിഞ്ഞാൽ, ഓൺ ഗ്രിഡിനാണ് ഞാൻ പറഞ്ഞ ഏകദേശം 1,80,000 രൂപ വില വരുന്നത്. അത് തന്നെ ഓഫ് ഗ്രിഡ് ആക്കുകയാണെങ്കിൽ ഏകദേശം 2.5 ലക്ഷം രൂപ വരും. ഓഫ് ഗ്രിഡിന് സബ്സിഡി ഉണ്ടോ അപ്പോൾ? അത് MNRE പറഞ്ഞിരിക്കുന്നത് സബ്സിഡി എന്ന് പറയുന്നത് ഓൺ ഗ്രിഡിനോ ഓഫ് ഗ്രിഡിനോ എന്നല്ല. അവർ എത്രമാത്രം വൈദ്യുതി നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, എത്രമാത്രം വൈദ്യുതി, അത് നമ്മുടെ സമ്പത്തിൻ്റെ, അതായത് നമ്മുടെ അടിസ്ഥാന വർഗ വികസനത്തിൻ്റെ, രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഉൽപ്പാദന യൂണിറ്റാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനാണ് സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കുന്നു, അല്ലെ KCBക്ക് കൊടുക്കുന്നതിന് സബ്സിഡി കിട്ടുന്നതുമില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിക്കാണ് സബ്സിഡി വരുന്നത്. അപ്പോൾ ഓൺ ഗ്രിഡിന് കൊടുക്കുന്ന പോലുള്ള സബ്സിഡി, അതിന് എത്രമാത്രം പാനൽ വെച്ചിട്ടുണ്ടെന്ന് ആനുപാതികമായി സബ്സിഡി ഓഫ് ഗ്രിഡിന് കൊടുക്കുക എന്നൊരു സംവിധാനം MNREയുടെ ബെഞ്ച് മാർക്കിലുണ്ട്. പക്ഷേ അത് ഒരു അവയർനെസ്സിൻ്റെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി എല്ലാവർക്കും, അത് കസ്റ്റമർക്ക് ലാഭമാണ്, അതിൽ ഡിസ്കോംസിന് ലാഭമാണ്, രാജ്യത്തിന് ലാഭമാണ്, എല്ലാവർക്കും ലാഭകരമായ സംവിധാനമായി മാറാൻ കഴിയും. അവിടെ ഈ 10 വർഷം വാറണ്ടി എന്നുള്ള ബാറ്ററിയുടെ സ്പെഷ്യാലിറ്റി കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ തോതിലൊരു അംഗീകാരം ഈ സാധനത്തിന് കിട്ടാൻ, ഈ ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വിത്ത് ഡീസൾഫേറ്റർ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു സോളാർ സ്വന്തമായിട്ടൊരു ബാറ്ററി തന്നെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പവർജീൻ ഇപ്പോൾ കമ്പനിയെ പറ്റി പറയുമ്പോൾ സാർ പറഞ്ഞല്ലോ, മറ്റു കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് പവർജീൻ നമ്മളിപ്പോൾ പുതിയ ഗോഡൗണും കാര്യങ്ങളോട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമാകുന്നതെന്ന് പറയാം? ഞാൻ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്, ഒരു ബിസിനസ്സുകാരൻ ലാഭമുണ്ടാക്കുക എന്നൊരു പ്രക്രിയയുടെ പേരിൽ മാത്രമല്ല ബിസിനസ് ചെയ്യേണ്ടത്. ബിസിനസ് തീർച്ചയായിട്ടും ഒരുപാട് തലങ്ങളുള്ള ഒരു ഭാഗമാണ്. അതിന് ഒന്നെന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഏകദേശം 24 വയസ്സുള്ള സമയത്ത് ഞാൻ മാത്തമാറ്റിക്സിൽ ഗ്രാജുവേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് എഴുതി, അങ്ങനെ ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ ആ കാലത്ത് ബാങ്കിൽ ജോലി എന്ന് പറയുന്നത് വളരെ അംഗീകാരമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം വരുമാനം ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശമാണെങ്കിൽ നല്ല അന്നത്തെ വൈറ്റ് കോളർ ജോബിൽ ഏറ്റവും പ്രശസ്തമായ, ഞാൻ പറയുന്നത് ഏകദേശം 84 1984 കാലഘട്ടങ്ങളിൽ ബാങ്കിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതം സുരക്ഷിതമായി. അപ്പോൾ അങ്ങനെ ഒരു നടപടി വന്നപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് വളരെ റിസ്ക്കുള്ള ഒരു ബിസിനസ് ഫീൽഡിലേക്ക് വരിക ചെയ്ത്. ഒരു പക്ഷേ എനിക്കത് സാധ്യമായത് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും കൊണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് വന്ന് ഇപ്പം എനിക്ക് 66 വയസ്സായി. ഇപ്പോൾ നമ്മുടെ ഈ പവർജീൻ സോളാർ എന്ന സ്ഥാപനത്തിൽ ഏകദേശം 150ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ 150ഓളം ആൾക്കാരുടെ ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ ലെവലിലേക്ക് എനിക്ക് എത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പം പവർജീൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നമ്മൾ വ്യക്തിപരമായ ഒരു ബിസിനസ് സംരംഭകൻ്റെ താല്പര്യമല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ തലത്തിലാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ താല്പര്യം നമുക്ക് സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അപ്പോൾ
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ കൺസ്യൂമർ സൈക്കോളജിയിലാണ് PhD എടുത്തിരിക്കുന്നത്. കാരണം റെലവൻസ് ഓഫ് കൺസ്യൂമർ സൈക്കോളജി ഇൻ റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന വിഷയത്തില്ല. ഞാൻ 1980 തൊട്ട് ബിസിനസ്സിലുണ്ട്. ഇപ്പോൾ 45 വർഷമായി. ഈ 45 വർഷമായിട്ട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സുമായിട്ടാണ് സംവാദിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് റീറ്റെയിൽ ബിസിനസ്സിലായിരുന്നു നമ്മൾ കൂടുതൽ നാളുണ്ടായിരുന്നത്. അപ്പോൾ റീറ്റെയിൽ ബിസിനസ്സിൽ കൂടുതൽ നാളുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ടുള്ള സ്ഥിരമായ സഹകരണം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു കസ്റ്റമറെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അദ്ദേഹം വരുമ്പോൾ, ഒരു കസ്റ്റമർ വരുമ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്ന് സാലറി വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണോ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണോ എന്നൊക്കെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒരു സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഞാൻ PhD എടുത്തത്. അപ്പോൾ ആ വിഷയത്തെ പറയുന്നത് ഒരു ബിസിനസ് ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാനല്ല, മറിച്ചിട്ട് ഒരു സർവീസിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞത് ഭൂമിയുടെ ആവശ്യമാണ് സോളാർ ബോധവൽക്കരണവും സോളാറും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ സർവീസ് ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ സോളാർ. കാരണം 78,000 രൂപ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കൽ പോലും ഈ കസ്റ്റമർ എവിടെയും പോകേണ്ടി വരുന്നില്ല. അവരുടെ വീട്ടിൽ നിന്നിട്ട് പൈസ തരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അവരുടെ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ബാങ്ക് അതായത് 7% പലിശയ്ക്ക് ബാങ്ക് ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ പരമാവധി ചെയ്യേണ്ടി വരുന്നത് ബാങ്കിൽ വന്നിട്ട് ഒന്ന് ഒപ്പിടുക എന്ന് മാത്രമേ ഉള്ളൂ, പേപ്പറിൽ ഒപ്പിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു സംരംഭകനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെയർമാൻ എന്ന നിലയിലുള്ള പൗജീൻ സ്ഥാപനം എന്നതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഉദ്ദേശം ഒരു വലിയ സർവീസ് സെക്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ ഞാൻ കൺസ്യൂമർ സൈക്കോളജിയിൽ പഠിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് 100% കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും നോക്കില്ല. കാരണം ചില അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ ഒരു 60% മേളിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കും. അത് എന്നെ സംബന്ധിച്ചോളം, പൗർജിനെ സംബന്ധിച്ചോളം 60 അല്ല, ഒരു 80% മുകളിലും 80 മുതൽ 90% ആൾക്കാരും സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ പവർജീൻ എന്ന് പറയുന്നത് മറ്റുള്ള നിന്ന് വ്യത്യസ്തരാകണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുത്തുകൊണ്ടാണ്. എന്തൊക്കെ സർവീസുകൾ സാർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ സോളാറിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ സമൂഹത്തിന് ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു സോളാർ നിലയം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഒരു 3 കിലോവാട്ടിൻ്റെ സോളാർ നിലയം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് സമമാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു മഹത്തായ ആശയത്തിൻ്റെ ഭാഗമാക്കാവാൻ നമുക്ക് കഴിയുന്നു എന്നാണ് ഫസ്റ്റ്. പിന്നെ സ്വാഭാവികമായി നമ്മുടെ ഈ മുന്നേറ്റത്തിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്ന കസ്റ്റമേഴ്സിന് അവരുടെ കൺസേൺസ് എന്താണോ ആ കൺസേൺസ് എല്ലാം പരിഹരിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ പ്രവർത്തനം. പക്ഷേ ഒരു കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ വളരെ മൂല്യം കൂടിയ തൊഴിലവസരങ്ങളുള്ള തൊഴിലിന് വില കൂടുതലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമുക്ക് സാമാന്യമായ വലിയ കോസ്റ്റ് വരുന്നുണ്ട്. അതിന് നമ്മൾ 3 തലത്തിലുള്ള ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഏകദേശം 50ഓളം ആൾക്കാർ നമ്മുടെ കൂടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കസ്റ്റമറുടെ ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അവരാണ് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിരിക്കുന്നത്, അവരാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പം കസ്റ്റമറുടെ സർവീസ് ആവശ്യങ്ങൾ ആദ്യം സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ട് ആരോടാണ് തന്നെയാണ്, സെയിൽസ് പേഴ്സണുണ്ട്. അപ്പോൾ അവരുടെ ലെവലിൽ പരിഹരിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഫീസ് പോയതായിരിക്കാം, ചിലങ്കിൽ ഓഫായി പോയതായിരിക്കാം, അല്ലെങ്കിൽ KSB ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അവരവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവർ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കസ്റ്റമറുടെ പ്രോബ്ലത്തിൽ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ച്. അപ്പം അവരുടെ ലെവലിൽ അത് തീരുന്നില്ല എങ്കിൽ അവർ അടുത്ത ലെവലിലായ നമ്മുടെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് സർവീസ് സെൻ്റർ ഉണ്ട്. നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു സർവീസ് എഞ്ചിനീയറും അതോടൊപ്പം തന്നെ സർവീസ് ടീമുണ്ട്. അത് കംപ്ലയിൻസ് ഒക്കെ നമ്മളിവിടെ സ്വീകരിച്ചതിന് ശേഷം സർവീസ് എഞ്ചിന് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു സർവീസ് എഞ്ചിനാണ്, പക്ഷേ 1-2 സർവീസ് എഞ്ചിൻ ഇവിടെ നമ്മൾ 3 പ്രദേശം, സെൻട്രൽ കേരള, നോർത്ത് കേരള, സൗത്ത് കേരള ആയിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആ കംപ്ലയിൻറ്റ് അദ്ദേഹത്തിൻ്റെ ലെവലിൽ പരിഹരിക്കാനും ഒക്കെ അങ്ങ് പരിഹരിക്കും. അവിടെയും തീരുന്നില്ലെങ്കിൽ 3ാമത്തെ ലെവലിൽ നമ്മൾ കമ്പനിയെ ബന്ധപ്പെടുന്നു. കമ്പനിയുടെ ആൾക്കാർ വന്ന് നമ്മുടെ ലെവലിൽ തീരാത്ത പ്രശ്നമാണെങ്കിൽ മിക്കവാറും ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ കംപ്ലയിൻസ് എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ലെവലായിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ വളരെ സാവകാശം ഒരു പരമാവധി ഒരാഴ്ചയുള്ള സമയത്തിനുള്ള നമ്മൾ പരിഹരിച്ചു കൊടുക്കുന്നു.
അതേസമയം നമ്മളിന്ന് കാണുന്ന പല പ്രശസ്തമായ കമ്പനികളുടെ ലെവലിലും 1 മാസം മുതൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം വരെ റിപ്ലേസ്മെൻറ്റിനൊക്കെ സാഹചര്യം എടുക്കുന്നുണ്ട്. അതുണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഒരു സർവീസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കസ്റ്റമർ ഇത് വാങ്ങാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ ബാങ്ക് ഫോർമാലിറ്റീസൊക്കെ ഏറ്റവും കൂടുതൽ ബാങ്ക് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ലോൺ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. ഏകദേശം 15 കോടിയിൽ പരം രൂപ നമ്മൾ സബ്സിഡി ആയിട്ട് വിതരണം ചെയ്യും നമ്മുടെ മുഖേന. അതായത് നമ്മൾ സോളാർ വെച്ച വകയിൽ കേരളത്തിൽ ഏകദേശം 15 കോടിക്ക് സമമായ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു 60% ബാങ്കുകൾ മുഖേനയാണ്. അതിൽ നമ്മളോട് വളരെ സഹകരിക്കുന്ന ബാങ്കുകൾ ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. അതിൽ നമുക്കിവിടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ കാനറ ബാങ്ക് ഉണ്ട്. പിന്നെ മറ്റ് പല ബാങ്കുകളിലും ആ സെക്ടറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാങ്കുകളുടെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ധനലക്ഷ്മി ബാങ്ക് നമുക്ക് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാങ്കുകളുടെ എല്ലാം സഹകരണം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ വാങ്ങിച്ചു കൊടുത്ത് ലാഭകരമാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ സർവീസ് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്, പവർ ജെൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കാസർഗോഡായിരുന്നു നമ്മൾ നേരത്തെ ഓപ്പറേഷൻസ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ഓഫീസ് നമ്മൾ തുടങ്ങുകയാണ്. 24-ാം തീയതി നമ്മൾ കാസർഗോഡ് ഓഫീസ് തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ കണ്ണൂരും കോഴിക്കോടും നേരത്തെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ തുടങ്ങി. പിന്നെ കൊല്ലം, പത്തനംതിട്ട എല്ലാം നമ്മൾ ഓഫീസ് തുടങ്ങുന്നു. ഇതെല്ലാം ഓഫീസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ സർവീസിൻ്റെ ആൾക്കാരുണ്ട്. അവിടെ എല്ലാം നമ്മൾ വ്യാപകമായ തരത്തിലാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഒരുപക്ഷെ ഇപ്പം നമുക്ക് കാര്യമായ പ്രസൻസ് ഇല്ലാത്തൊരു പ്രദേശം എന്ന് വയനാട്, ഇടുക്കി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കേരളത്തിൻ്റെ ഫുൾ ഏരിയയിലും നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ സോളാറിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് പവർ ജെൻ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് അങ്ങനെ അവകാശപ്പെടാൻ എന്തൊക്കെ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സോളാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഓഫീസിൽ? ഇത് നമ്മളെ ഏറ്റവും വലിയ ഷോറൂം എന്ന് പറഞ്ഞത് 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷോറൂമാണ്. അപ്പം നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും അല്ല. ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നുമില്ല. ഞങ്ങൾ EPC കമ്പനിയാണ്. അതായത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ. അപ്പോൾ EPC കമ്പനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നടക്കുന്നത് ഒരു കസ്റ്റമറുടെ അടുത്ത് പോയി കണ്ട് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ പൈസ തരുമ്പോൾ ആ പൈസ വാങ്ങിയ ശേഷം നമ്മൾ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് പാനൽ, ഇൻവെർട്ടർ, മറ്റ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഈ സൈറ്റിൽ എത്തിച്ചു കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന സമയമാണ് EPC. പക്ഷേ നമ്മളങ്ങനെയില്ല. നമ്മൾ ഏകദേശം ഒരു മെഗാവാട്ടിൻ്റെ സോളാർ പാനൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വേണം? സ്വാഭാവികമായും നമുക്ക് വലിയ സ്റ്റോക്ക് യാർഡ് വേണം. അപ്പോൾ 10,000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് യാർഡുള്ള പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. പക്ഷെ അവർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന ലെവലിലാണ്. നമ്മളങ്ങനെയല്ല, EPC കമ്പനിയാണ്. നമുക്ക് ഏകദേശം എപ്പോഴും ഒരു 600 കിലോവാട്ട് മുതൽ 1 മെഗാവാട്ട് 1000 കിലോവാട്ട് വരെയുള്ള സ്റ്റോക്ക് നമ്മുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഏരിയ വേണം, സ്റ്റോക്ക് ചെയ്യാൻ അത്രയും ഏരിയ വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിളായിട്ടൊരു എന്താ പറയുക, ഒരു വർക്കിംഗ് സ്പേസ് വേണം. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം 2,000 സ്ക്വയർ ഫീറ്റോളം ഏരിയ നമ്മൾ ഓഫീസ് മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നത് കടവന്ത്രയിലായിരുന്നു. അവിടുന്ന് നമ്മളിപ്പോൾ കുമ്പളത്തേക്ക് മാറി. അപ്പോൾ കുമ്പളം എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ ഒരു വിദൂര പ്രദേശമാണ്. അപ്പോൾ അങ്ങോട്ട് മാറിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോറിയിൽ ട്രക്കിനകത്ത് സാധനങ്ങളൊക്കെ വരണ സൗകര്യത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ കുറച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ട സാഹചര്യം. അപ്പോൾ രാവിലെ 7 മണിക്കൊക്കെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ക്യാൻറ്റീൻ സർവീസുണ്ട്. പിന്നെ എല്ലാ മാസവും നമ്മളൊരു 30 മുതൽ 50 ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് വിശദമായ സോളാറിനെ കുറിച്ച്. അത് ഓഫ് ഗ്രിഡിനെ കുറിച്ചുണ്ട്, ഓൺ ഗ്രിഡിനെ കുറിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ വിശദമായ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ട്രെയിനിങ് സ്പേസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മീറ്റിംഗ് പ്ലേസ് അത്യാവശ്യം ഒരു 15 പേർക്ക് വരെ ഇരുന്നിട്ടുണ്ട്. ഇത്തരം സംവിധാനമുണ്ട്. ഇതൊക്കെയാണ് നമ്മളൊരു ഓഫീസ്. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സഫിഷ്യൻസ് സ്പേസ് ഉണ്ട്. പിന്നെ അവർക്ക് വളരെ ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ആക്കുകയാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത്
ഇന്ന് ഈ സോളാറിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണോ അതെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയുന്നത് 10 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ. ഈ 10 കിലോവാട്ട് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കമ്പ്യൂട്ടറും ലൈറ്റും ഫാനും മോട്ടറും എല്ലാം വർക്ക് ചെയ്തത്. അത് 24 hours അൺഇൻറ്ററപ്റ്റഡ് ആണ്. അത് നമ്മൾ എക്സസ് പകൽ സമയത്ത് സോളാറിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കും. ബാക്കി രാത്രി സമയങ്ങളും ആവശ്യം വന്നാൽ നമ്മൾ 6 മണിയാകുമ്പോൾ ഓഫീസ് അടച്ചു പോകും. അതിന് എന്തെങ്കിലും കാരണവശാൽ താമസം വേണ്ടി വന്നാൽ നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത എനർജിയുടെ ഉപയോഗിക്കുന്നു. അപ്പോൾ കറണ്ട് കട്ടായാൽ നമുക്കിതൊരു ബാധകമേ അല്ല. കാരണം ബാറ്ററിയും ഇതും കൂടി നമുക്ക് കൃത്യമായി കൊണ്ടുപോകും. അതുകൂടാണ്ട് നമ്മുടെ ഇവിടെ AC മുതലായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 10 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 10 കിലോവാട്ട് ഓൺ ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതി നമ്മുടെ ഉപയോഗക്രമം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇത് രണ്ടും ഒരു സാധാരണ സംഭവമാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇത് രണ്ടും വന്ന് കാണാം. അതുകൂടാണ്ട് നമ്മൾ അടുത്ത ഒരു സംഭവമാണ് PSP. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന തലത്തിൽ വളരെ പ്രസക്തമായ ഒരു സംഭവം ആയപ്പോഴാണ് സ്റ്റോറേജ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന സംഭവമാണ് ഈ പമ്പ്ഡ് സോളാർ പ്രൊജക്റ്റ്. അതായത് വെള്ളം പമ്പ് ചെയ്തിട്ട് പകൽ സമയത്ത് ഉയർന്ന തലത്തിൽ വെച്ചിട്ട് രാത്രിയിൽ നമ്മൾ അത് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ സംഭവമാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു വിഷയം. അത് നമ്മളിവിടെ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഒരു 250 വാട്ടിൻ്റെ വൈദ്യുതി, അതായത് വൈകിട്ട് 6 മണി തൊട്ട് നേരം വെളുക്കുന്ന ഒരു സമയത്ത് 250 വാട്ട് വൈദ്യുതി. 250 വാട്ട് എന്ന് പറയുമ്പോൾ ഒരു 2 3 അല്ല ഒരു 4 5 ബൾബ് മാത്രം പുറത്ത് കത്തിക്കത്തക്ക വിധമുള്ള സംവിധാനം നമ്മൾ ഈ പറഞ്ഞ പമ്പ്ഡ് സോളാർ പ്രൊജക്റ്റ്. അതൊരു ലാഭകരമായ ഒന്നും കണക്കുകൂട്ടലല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു സ്റ്റഡി മെറ്റീരിയൽ അതിലുണ്ട്. ഇപ്പോൾ പല പ്രദേശത്തുമുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും, ഇപ്പോൾ കോളേജിലൊക്കെ റിന്യൂവബിൾ എനർജിയെക്കുറിച്ചുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വന്ന് കാണാനും അവർക്ക് മനസ്സിലാക്കാനും കസ്റ്റമേഴ്സിൻ്റെ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കാനുള്ള സംവിധാനം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം നമ്മുടെ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന ലെവലിൽ ഇനി മോട്ടർ മാത്രം വന്നാൽ മതി, ടർബൈൻ മാത്രം വന്നാൽ അതിൻ്റെ പ്രവർത്തനം നോക്കും. അതോടൊപ്പം തന്നെ ഇനിയും ഫ്യൂച്ചറിൽ അതായത് ഏറ്റവും കൂടുതൽ സംസാരം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് ഹൈഡ്രജൻ എന്നുള്ളതാണ്. അപ്പോൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളിവിടെ അതൊരു ഓഫ്മാൻസ് വോൾട്ട് മീറ്റർ എന്നൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വന്നാലും നമുക്ക് കാണാം ഈ സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ആ വൈദ്യുതി ഉപയോഗിച്ചിട്ട് വെള്ളം ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജൻ ഓക്സൈഡ് ഉണ്ടാക്കുന്നത് ഏറ്റവും ലഘുവായ ഒരു സംവിധാനമാണെന്ന് നമ്മളിവിടെ വെച്ചത് ഓഫ്മാൻസ്. അപ്പം ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം പിന്നെ നമ്മളൊരു വിൻമില്ല് വെക്കുന്നുണ്ട്. അതും ആ വിൻമില്ല് വെക്കുന്നത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമുക്കിപ്പോൾ സഫീഷ്യൻ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും കൊണ്ട് സഫീഷ്യൻ്റ് ആണ്. പക്ഷേ ഇതൊക്കെ ഒരു സ്റ്റഡി മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇത് നടക്കുന്നുണ്ട്. ഇതിനകത്ത് വ്യാപകമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വാറാണ്ടി ഇഷ്ടമാരി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നു എന്നൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ്മെൻ്റാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്ലയർ ഗുജറാത്തിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് നമ്മളിവിടെ സ്വീകരണമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഇനാഗുറേഷന് വരാൻ നോക്കാഞ്ഞുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത് അതിശയപരമായ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ അത്ര വലുതായി പറഞ്ഞില്ല. ഇത് കേരളത്തിലെ എന്നല്ല, ഇത് ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു ഷോറൂം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരുപക്ഷെ എന്താ സംഭവിച്ചാൽ ഈ ഇൻഡസ്ട്രി ഒത്തിരി പഴക്കമൊന്നുമില്ല. ഒരു 7-8 വർഷത്തിൻ്റെ പാരമ്പര്യം മാത്രമാണ് ഈ സോളാർ ഇൻഡസ്ട്രിക്ക് ഒരു, അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു തരംഗമായി വന്നിട്ട് 7-8. അപ്പോൾ 7-8 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ ഇന്ത്യയിലും ഇതിനേക്കാൾ വലിയൊരു ഉണ്ടാവുന്നില്ല. അപ്പം കേരളത്തിലെ മാത്രമെന്നല്ല, ഒരു ഗുജറാത്തിൽ നിന്നുള്ള ഒരു സപ്ലയർ, അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും യാത്ര ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അത് ആ തരത്തിൽ കാണുന്നില്ല. പക്ഷേ നമുക്ക് 100% അറിയാം കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ഷോറൂമും ഏറ്റവും വലിയ എക്സ്പീരിയൻസ് സെൻറ്ററും ഏറ്റവും വലിയ സംവിധാനങ്ങളോടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ സർവീസിൻ്റെ ഒരു പാർട്ടാണ്. കസ്റ്റമേഴ്സിന് നാളെ ഈ ഒരു ടെക്നോളജി ഇപ്പം ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്നുള്ള ഹൈഡ്രജൻ ടെക്നോളജിയിലേക്ക് മാറ്റിയാൽ അത് നമുക്ക് വളരെ ഈസിയായിട്ട് മാറാനൊക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇലക്ട്രോലൈസർ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ സാറിൻ്റെ ഇപ്പോൾ കമ്പനി വെച്ച് നോക്കുമ്പോൾ പവർജിൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ സാറിൻ്റെ കൂടെ തന്നെയാണ് മക്കളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഫാമിലിയും കൂടെ കൊണ്ടുവന്നേക്കുവാണോ കമ്പനിയിൽ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ ഏകദേശം 50ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. 50ഓളം ആൾക്കാർ സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ അത് പലതരത്തിലുണ്ട്. റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, MBA കഴിഞ്ഞ കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, ഇവിടെ പലരുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടീം 50ഓളം ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ അവരോട് ഞാൻ എന്താ പറയുക? കാരണം സോളാർ എന്ന് പറയുന്ന ഇൻഡസ്ട്രി വളരെ പ്രൊമിനൻ്റ് ആണെന്നും അത് വളരെ സാധ്യതയുള്ളതുമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മക്കളെ 2 പേരും ഞാൻ വിദേശത്ത് പഠിപ്പിക്കാൻ വിടുന്നു, അല്ലെങ്കിൽ ജോലിക്ക് വിദേശത്ത് വിടുമ്പോൾ ഒരു ഭംഗികേട് ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഞാൻ നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല? ഇപ്പോൾ എൻ്റെ വീട്ടിൽ സോളാർ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും വെച്ചിട്ടുണ്ട്, എൻ്റെ ഓഫീസിൽ ഞാൻ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണമാണ് ഞാൻ അവരുടെ വെച്ചത്. അപ്പോൾ എൻ്റെ മകൻ, മൂത്ത മകന് ബിടെക് കഴിഞ്ഞിട്ടാണ്, അയാൾ ഗോദ്രേജിൽ സർവീസ് എഞ്ചിനീയർ ആയിരുന്നു. അവിടുന്നാണ് അയാൾ എൻ്റെ കൂടെ ഈ ബിസിനസ്സിലേക്ക് വന്നത്. എൻ്റെ രണ്ടാമത്തെ മകന് എക്സൈഡഡ് ബാറ്ററീസിൻ്റെ എറണാകുളം ഡിസ്ട്രിബ്യൂട്ടറാണ്. മൂത്ത മകൻ്റെ വൈഫ് ബാങ്കിൽ ജോലിയാണ്. രണ്ടാമത്തെ മകൻ്റെ വൈഫ് BDS കഴിഞ്ഞ് ഡോക്ടറാണ്. ആ കുട്ടിയും നമ്മുടെ കൂടെ ഡയറക്ടറായിട്ട് സഹകരിക്കുകയാണ്. അപ്പോൾ ഒരു BDS കഴിഞ്ഞ ഒരു കുട്ടി, ഞാൻ ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, നിങ്ങൾക്ക് വിഷമമുണ്ടോ? കാരണം ഇത്രയും മാത്രം പഠിപ്പിച്ചിട്ട് BDS വരെ പഠിപ്പിച്ചിട്ട് രാഷ്ട്രനഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, കുഴപ്പമില്ല, അവൾക്ക് താല്പര്യമാണ്. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എനിക്ക് 66 വയസ്സുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിൽക്കുന്ന പ്രോഡക്റ്റിന് 30 വർഷം വാറണ്ടിയാണ്. നമ്മൾ വിൽക്കുന്ന പാനലിന് 30 വർഷം വാറണ്ടിയാണ്. അപ്പോൾ 30 വർഷം വാറണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരാൾ, എൻ്റെ കയ്യിൽ നിന്ന് സോളാർ വാങ്ങിച്ച ആൾ 30ാമത്തെ വർഷം വാറണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് 96 വയസ്സായിട്ടുണ്ടാവും എനിക്ക്. അത്ര വരെയൊന്നും ജീവിച്ചിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാപനം അന്ന് 30 വർഷങ്ങൾക്ക് ശേഷം ഇതിന് വാറണ്ടി ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനം നിലനിൽക്കണം. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണം. അതാണ് ഞാൻ ഏറ്റവും പ്രസക്തമായി കണ്ട വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് 100% വിശ്വസിക്കാനൊക്കെ ഒരു സംവിധാനമാണ്. നമ്മുടെ നല്ല വിദ്യാഭ്യാസമുള്ള 2 കുട്ടികൾ, അതായത് ഒരാൾ ബിടെക് കഴിഞ്ഞു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു, വേറൊരാൾ BDS കഴിഞ്ഞു. ഇങ്ങനെയുള്ള 2 കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ 2പേരെയും ഡയറക്ടേഴ്സ് ആക്കിയിട്ട് ഞാൻ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അവരൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന യങ്സ്റ്റേഴ്സായ കുട്ടികൾക്കും അതൊരു ഉത്സാഹത്തിന് കാരണമല്ലേ. അല്ല ഞാൻ പറയുന്നു വളരെ നല്ലതാണെന്ന് പറഞ്ഞ് എൻ്റെ മോനെ ജർമ്മനിയിൽ വിടുന്നു, അതൊരു വൈരുദ്ധ്യമല്ലേ? ഇപ്പോൾ ഉള്ള ആൾക്കാർ പൊതുവെ എല്ലാവരും പുറത്തേക്ക് പോകാനാണല്ലോ നോക്കുന്നത്. എല്ലാവരും കാനഡ, UK എന്ന് പറഞ്ഞ് എല്ലാവരും പോകാൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ പുതിയ രീതിയിൽ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ആക്റ്റീവ് ആകാൻ പറ്റാന്ന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കസ്റ്റമേഴ്സിനോട്, ഇപ്പോൾ സോളാർ എടുക്കുന്ന കസ്റ്റമേഴ്സിനോട് സാറിന് എന്താണ് ഉപദേശമായിട്ട് കൊടുക്കാനുള്ളത്? ആദ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സോളാർ വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉപദേശം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ ഞാൻ എറണാകുളത്ത് SRVയിൽ പഠിക്കുക 8ാം ക്ലാസ്സിൽ. അപ്പം അന്ന് SRV സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലുള്ള കാനയിൽ ഇറങ്ങിയിട്ട് നമ്മൾ മീനെ പിടിച്ചിട്ടുണ്ട്. കാനയിൽ ഇറങ്ങി മീനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കാനയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടാണ് മീനെ പിടിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളെ തൊട്ടടുത്തുള്ള കാനയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത പുഴയിലോ പോലും ഇറക്കില്ല. കാരണം എന്താണ്? അത്രമാത്രം മലീമസമായി. ഇത് പ്രകൃതി തന്നെ ചെയ്തതൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രകൃതി, നമ്മൾ വെള്ളം എത്രമാത്രം പൊള്യൂട്ട് ചെയ്തു അതേപോലെ തന്നെയാണ് നമ്മൾ പ്രകൃതിയെ മൊത്തമായി പൊള്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഓസോൺ പാളികളിൽ വിള്ളൽ വന്നിട്ട് നമ്മൾ ഓരോ വർഷം കഴിയുന്നതും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതിന്. അപ്പം ഇതിനൊരു പരിഹാരമാണ് സോളാർ എന്ന് പറയുന്നത്. ഈ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ലാഭം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഉത്തരവാദിത്വമായി മാറുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമി ഇതേപോലെ നിൽക്കണമെന്നെങ്കിലും എൻ്റെ അടുത്ത തലമുറയ്ക്ക് സുസ്ഥിരമായ ഭൂമിയെ കൈമാറ്റം ചെയ്യപ്പെടണമെന്നെങ്കിൽ ഞാൻ ഇപ്പോഴേ കരുതിയാലേ ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ കരുതലിൻ്റെ ഭാഗമായിട്ട് സോളാർ വെക്കണമെന്ന് നമ്മൾ കസ്റ്റമറോട് പറയുന്ന ഫസ്റ്റ് ഉദ്ദേശം അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സോളാർ ഭവനം ഒരു ആയുസിൻ്റെ പുണ്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് സോളാർ നിലയം സ്ഥാപിക്കുന്നത്. അതായത് ഈ പ്രകൃതിയെ തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രകൃതിയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു പരിശ്രമം എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയുന്നത് ദൈവികമായ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. അത് വരണമെന്നാണ് ഫസ്റ്റിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സാമൂഹികമായ ബോധവും സാമൂഹിക കാഴ്ചപ്പാടും മാത്രം വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സ് പണം മുടക്കില്ല, അവർ പണം മുടക്കാൻ തയ്യാറില്ല. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്ന ഏത് ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് നമ്മളിപ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ടുവന്നിട്ട് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ യൂണിറ്റ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്നതിനേക്കാൾ ലാഭമാണ് സോളാർ ഇൻസ്റ്റാളേഷൻ കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏറ്റവും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാണ് ഒരു 3 കിലോവാട്ടിൻ്റെ സോളാർ സിസ്റ്റത്തിന്. അതിന് സബ്സിഡി കഴിഞ്ഞിട്ട് 78,000 രൂപ സബ്സിഡി ഉണ്ട്, ബാക്കി 1,22,000 രൂപ. അപ്പോൾ 1,20,000 രൂപയോളം മുടക്കുന്ന ഒരു വ്യക്തിക്ക് വൈദ്യുതിയുടെ ലാഭമായിട്ട് കിട്ടുന്നത് ഏകദേശം 3,600 രൂപയാണ്. 3,600 രൂപയ്ക്ക് സമമായ വൈദ്യുതി നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്.
അപ്പോൾ എത്രയോ 1,20,000 മുടക്കുള്ളൂ. ഈ 1,20,000 രൂപ ബാങ്കിൽ കിട്ടാൻ മാക്സിമം 800 രൂപ കിട്ടും, അല്ലെങ്കിൽ 700 രൂപ കിട്ടും. ആ സ്ഥാനത്ത് നമുക്ക് 3,600 ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്താൽ 36% ഇൻട്രസ്റ്റാണ് കിട്ടുന്നത്. 36% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഏത് സംവിധാനവും മാക്സിമം 36 മാസം, അതായത് 3 വർഷം കൊണ്ട് റിട്ടേൺ വരും. അതായത് നിങ്ങൾ മുടക്കുന്ന പണം 36 മാസം കൊണ്ട് ഡബിൾ ആവുകയാണ്. അത് എവിടെയാണ് നടക്കുക? ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലും നടക്കുന്നില്ല. നമ്മളിപ്പോൾ സ്വർണ്ണം വാങ്ങിച്ചു വെച്ചാൽ 3 കൊല്ലം കൊണ്ട് അത് ഡബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു വെച്ചാൽ 36 ദിവസം ഡബിൾ ആവുന്നില്ല, ഷെയർസ് 36 മാസം കൊണ്ട് ഡബിൾ ആവുന്നില്ല. സ്പെക്കുലേഷൻ കൊണ്ട് ചിലപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷെയർസ് മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ആദ്യമായി അപേക്ഷിക്കാനുള്ളത് സോളാർ എന്നത് ഒരു ലാഭകരമായ പ്രക്രിയ എന്നതിനേക്കാളുപരി ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു ബോധം, അതായത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണെന്ന് എന്നൊരു ബോധമുണ്ടാവുക. അതോടൊപ്പം തന്നെ ലാഭകരമായ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനുടെ ഒരു അപേക്ഷയായിട്ട്, ഉപദേശമല്ല, ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ സോളാറിലേക്ക് മാറുക എന്നുള്ളത് ഒരിക്കലും സാമ്പത്തിക നേട്ടം മാത്രമല്ല, നമ്മളുടെ ഭൂമിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊമീസും കൂടിയാണ് ഗ്രീൻ എനർജി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സംസാരിച്ചതിൽ നമസ്കാരം.